സ്ഥാനാർത്ഥി ചുമരെഴുതുകയാണ് കൊച്ചി കോർപ്പറേഷൻ 73-ാം ഡിവിഷനിൽ. ഇടതുപക്ഷ സ്ഥാനാർത്ഥി PJ ദാസനാണ് സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ചുമരെഴുത്തിന്റെ തിരക്കിൽ ഏർപ്പെടുന്നത്. 38 വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ഇദ്ദേഹം മത്സര രംഗത്തേക്ക് വരുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചുമരെഴുത്തുകളും പ്രചരണങ്ങളും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിലെ 73-ാം ഡിവിഷനായ നസ്രത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി PJ ദാസൻ സ്വന്തം പേര് ചുമരെഴുതിക്കൊണ്ടാണ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. വർഷങ്ങളായി ചുവരെഴുതുന്ന PJ ദാസൻ എന്ന യേശുദാസൻ കഴിഞ്ഞ വർഷങ്ങളിൽ മറ്റു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് ചുവരിൽ ചായം തേച്ചതെങ്കിൽ ഇത്തവണ സ്വന്തം പേരെഴുതാനാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ ചുവരുകളിൽ ചിഹ്നം വരച്ച് പേരെഴുതി തുടങ്ങി. നസ്രത്ത് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ദാസൻ കഴിഞ്ഞ സമ്മേളനത്തിലാണ് ലോക്കൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. 38 വർഷമായി പാർട്ടി അംഗത്വത്തിൽ ദാസൻ എത്തിയിട്ട് അന്നു മുതൽ തുടങ്ങിയതാണ് പാർട്ടിക്കു വേണ്ടിയുള്ള ഈ ചുവരെഴുത്ത്. ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ദാസൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വലിയ പ്രതീക്ഷയാണ് ഇവിടെ. ഞാൻ എന്നെ എന്ത് വിഷയമുണ്ടെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ വിളിച്ച് അറിയിക്കുകയും ആ വിഷയങ്ങൾക്ക് ആവശ്യമായ പരിഹാരം കണ്ടെത്തുവാൻ ഞാൻ ആ വിഷയം തീരുന്നവരെ അവരുടെ കൂടെ തന്നെ ഉണ്ടാകുന്നൊരു സ്ഥിതി ഉണ്ടായി. അത് ആരോട് ചോദിച്ചാലും മനസ്സിലാവുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ്. 100% വിജയം ഉറപ്പിച്ച് തന്നെയാണ് പ്രചരണ പ്രവർത്തനത്തിന് ഞാൻ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. 1987-ൽ CPM-ന്റെ സമുന്നത നേതാവായിരുന്ന TM മുഹമ്മദ് മട്ടാഞ്ചേരി മണ്ഡലത്തിൽ മത്സരിക്കുമ്പോഴാണ് ദാസൻ ആദ്യമായി ചുവരെഴുതുന്നത്. എന്നാൽ ഇതൊരു തൊഴിലായി ദാസൻ സ്വീകരിച്ചിട്ടില്ല. PJ ദാസൻ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ചേർത്തു നിർത്താൻ ഒരു നാട് മുഴുവൻ കൂടെയുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രതീക്ഷയുണ്ട് ജയിക്കുന്നുള്ളത്. എല്ലാത്തിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണിത് ഈ ഡിവിഷനിൽ. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ സഖാവിനെ ഭൂരിപക്ഷത്തോട് ജയിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഈ ഡിവിഷനിൽ എല്ലാ ഡിവിഷനിലും വരും പുള്ളിക്കാരൻ. ഞങ്ങളുടെ അടുത്തും പോലും വന്ന് ഞങ്ങളുടെ ഭർത്താവിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നൊരു പുള്ളിക്കാരനാണിത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. സത്യമായിട്ട് തീർച്ചയായിട്ടും ജയിക്കും. നാടറിഞ്ഞ് നാട്ടുകാരെ അറിഞ്ഞ് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും എല്ലാവരെയും ചേർത്തു നിർത്തിയ ദാസൻ തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഇറങ്ങുമ്പോൾ വലിയ വിജയപ്രതീക്ഷയിലാണ് LDF. PJ ദാസൻ ചുമരെഴുതിക്കൊണ്ടിരിക്കുകയാണ്. നസ്രത്ത് ഡിവിഷനിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. ക്യാമറമാൻ ദിനകരനോടൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.